എം പണിക്കർ പണിക്കരുടെ ഛായാചിത്രം അനാച്ഛാദനം ചെയ്യുന്നതിന് വേണ്ടി ബഹുമാനമുള്ള കോവളം ഏരിയ സെക്രട്ടറി ശ്രീ അജിത് കുമാർയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. മഹാനായ അയ്യങ്കാളിയുടെ ഒരു ചരിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ദൃശ്യം ഇവിടെ പ്രവർത്തിക്കാൻ അതിന് മുൻകൈയെടുത്ത ഇതിൻ്റെ സംഘാടകരെ അഭിനന്ദിക്കുന്നു. കേരളത്തിൻ്റെ ചരിത്രം പുതിയ തലമുറയ്ക്ക് പകർന്നു നൽകുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്, കടമയാണ്. ഇന്നലകളിൽ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം എന്തായിരുന്നു, ഇന്ന് നമ്മൾ എവിടെ എത്തുന്നു? ഇന്ന് 1 മണിക്കൂർ കഴിയുമ്പോൾ 5 മണിക്ക് കേരളത്തിൻ്റെ പ്രിയങ്കരനായിട്ടുള്ള മുഖ്യമന്ത്രി അതിദരിദ്രരില്ലാത്ത സമൂഹമായി കേരളത്തെ പ്രഖ്യാപിക്കുകയാണ്. വികസിത രാജ്യങ്ങൾക്ക് പോലും വെല്ലുവിളിക്കുന്ന രീതിയിൽ ഇന്ത്യയുടെ ഇതര സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിട്ടുണ്ട് അതിദരിദ്രരില്ലാത്ത 60,006 കുടുംബങ്ങളെ, ഏകദേശം 1,03,000 സംതിങ് ആളുകളെ കൈപിടിച്ചുയർത്തിയിട്ടുണ്ട്. നമ്മൾ ഈ അഭിമാനകരമായ മുഹൂർത്തം നേടുമ്പോൾ ഇന്നലകളിലെ കേരളത്തിൻ്റെ സാമൂഹ്യ അന്തരീക്ഷം എന്തായിരുന്നു? ഒരു നേരം ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതെ കഷ്ടപ്പെടുന്ന ദുരിതപൂർണമായ ജീവിതങ്ങളുമായി മുന്നോട്ട് പോയിരുന്ന ഇന്നലകൾ, വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന, മാറുമറയ്ക്കാൻ സ്വാതന്ത്ര്യമില്ലാതിരുന്ന, പൊതുനിരത്തിൽ വെള്ളം കുടിക്കാൻ നിവൃത്തിയില്ലാതിരുന്ന, ഒരു പൊതു ഫംഗ്ഷനിൽ ഒന്നിച്ചിരുന്ന് ആഹാരം കഴിക്കാൻ നിവൃത്തിയില്ലാതിരുന്ന ഇന്നലകളിലെ കേരളം പുതിയ തലമുറയെ നമ്മൾ പഠിപ്പിക്കണം. അവർക്കിതെല്ലാം അന്യമാണ്. ഇതൊന്നും പറഞ്ഞ് പഠിപ്പിച്ചാൽ മാത്രമേ മനസ്സിലാകൂ. അതുകൊണ്ട് ഇത്തരം സംരംഭങ്ങൾ, മഹാനായ അയ്യങ്കാളി വെല്ലുവണ്ടി യാത്ര നടത്തിയിട്ട് ഈ നാട്ടിലെ വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടത്തിയ പോരാട്ടം കേരളത്തിൻ്റെ അഭിമാനകരമായ വിപ്ലവകരമായ മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിച്ചതാണ്. ഒരുപക്ഷെ അതൊന്നും പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തതാണ്, ആരെയും ഔദാര്യമായിരുന്നില്ല. ആ അവകാശങ്ങൾ നേടിയെടുക്കുമ്പോൾ വക്കം ക്ഷേത്രത്തിൻ്റെ നടയിലൂടെ ഈഴവജാതി പിന്നോക്ക സമുദായത്തിലുള്ളവന് വഴി നടക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയടക്കം ആ ഇല്ലത്ത് നമ്പൂതിരിയോട് ചർച്ച നടത്തുവാൻ വരുമ്പോൾ നമ്പൂതിരി പറഞ്ഞത്, മഹാത്മാഗാന്ധിയെ പോലും അതിനകത്ത് കയറ്റിയില്ല, വൈഷ്ണവനായ കൊണ്ട് വെളിയിൽ പന്തലിട്ടിരുത്തി. പക്ഷേ മഹാത്മാഗാന്ധി പോയി പാവപ്പെട്ട ആളുകൾക്ക് പൂച്ചയും പട്ടിയും നടക്കുന്ന വഴിയിൽ കൂടെ നടത്താനുള്ള മാന്യമായിട്ടുള്ള അവകാശം കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ പാഴ് ജന്മങ്ങളാണ്, അതെല്ലാം ഈശ്വര സൃഷ്ടിയാണ്, അവരെല്ലാം നികൃഷ്ട ജീവികളാണ് എന്നാണ് പറഞ്ഞത്. അവിടെ നിന്നും ഇന്ന് മഹാനായ അയ്യങ്കാളി നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ള കർഷക സമരം നടന്നത് ഈ വെങ്ങാനൂരിൻ്റെ മണ്ണിലാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള മഹാനായ അയ്യങ്കാളിയുടെ ചരിത്രം പഠിപ്പിക്കുവാൻ, ബോധപൂർവം നമുക്ക് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുവാൻ ശ്രീനാരായണ ഗുരുവും അയ്യങ്കാളിയും വൈകുണ്ഠസ്വാമിയും മനുത്വപദ്മനാഭനും എല്ലാം നടത്തിയ പോരാട്ടങ്ങൾ പുതിയ തലമുറ മനസ്സിലാക്കണം എന്നും ഇന്നലകളിലെ കേരളത്തിൻ്റെ അവസ്ഥ പുതിയ തലമുറയെ പഠിപ്പിക്കുവാനും നമ്മൾ തയ്യാറാകണം. അതിന് ശ്രമം നടത്തിയ ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി അറിയിക്കുന്നു. ഇന്ന് മഹാനായ നമ്മുടെ വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്ന പ്രിയങ്കരനായിട്ടുള്ള PN പണിക്കർ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ ആരാധ്യനായിട്ടുള്ള നേതാവാണ്. അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇവിടെ അനാച്ഛാദനം ചെയ്യാൻ എന്നെ ക്ഷണിച്ചതിന് ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി ഞാൻ അറിയിക്കുകയാണ്. കേരളത്തിൻ്റെ സാംസ്കാരിക നവോത്ഥാനത്തിൽ, പ്രത്യേകിച്ച് വായനാ സംസ്കാരത്തിൽ അടിത്തറയിട്ട മഹാനായ വ്യക്തിയാണ് പൊതുവായിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കർ. പണിക്കർ സാർ അദ്ദേഹം നമുക്ക് നൽകിയ അതുല്യമായ സന്ദേശം ഓർക്കുക, വായിച്ചു വളരുക, ചിന്തിച്ച് വിവേകം നേടുക എന്നുള്ളതാണ്. ഒരു കാലഘട്ടത്തിലുള്ള ഗ്രന്ഥശാല പ്രസ്ഥാനം രൂപീകരിക്കുന്നതിന്, നമ്മുടെ ഇടയിൽ വായനാശീലം വളർത്തുന്നതിനും അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ അതും നമുക്ക് കരുത്ത് പകരുന്നതാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. എന്നെ ഇതിനെ ക്ഷണിച്ചതിന് എൻ്റെ പ്രിയങ്കരായിട്ടുള്ള സഹോദരങ്ങളുള്ള നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സഭയുടെ ഒരു പ്രധാന പ്രവർത്തനം കൂടി അൽകുമാറിൻ്റെ മകളാണ്. അവർക്കൊരു ഉപഹാരം